യെസ്, ഈ ആഴ്ച നമുക്ക് വീണ്ടും കുറേയധികം പുതിയ ന്യൂസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ആദ്യം സമയമൊന്നും കളയുന്നില്ല. നേരെ നമുക്ക് ഈ ആഴ്ചയിലെ ന്യൂസിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. സോ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സമ്മർ ഗെയിം ഫെസ്റ്റ് തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെ CD Projekt Redന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്താണെങ്കിലും വിച്ചർ 4ന്റെ ഒരു ടെക് ഡെമോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അൺറിയൽ എഞ്ചിൻ 5ലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ഗ്രാഫിക്സ്, ആ ഒരു വേൾഡ് ആയിട്ട് ഇന്ററാക്ഷൻ, അൺറിയൽ എഞ്ചിനകത്ത് നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഗ്ലിംസ് ആണ് അവർ നമുക്ക് ആ ഒരു ടെക് ഡെമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. പിന്നെ നമുക്കറിയാം ഗെറാൾഡിന്റെ സ്റ്റോറി അല്ല, സിറിയുടെ സ്റ്റോറിയാണ് നമുക്ക് വിച്ചർ 4നകത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. സോ ഓവറോൾ ആ ഒരു ടെക് ഡെമോ എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നേരെ നമ്മൾ IO ഇന്ററാക്റ്റീവ്, നമ്മുടെ ഹിറ്റ്മാൻ്റെ ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്ന് അവരുടെ പുതിയ ജെയിംസ് ബോണ്ട് ഗെയിമിന്റെ ഒരു ഫസ്റ്റ് ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 007 ഫസ്റ്റ് ലൈറ്റ് എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര് തന്നെ. ആൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കുറേയധികം ഹിറ്റ്മാൻ്റെ എലമെന്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ജെയിംസ് ബോണ്ടിന്റെ കരിയറിലെ ഒരു എന്താ പറയുക, ഒരു പ്രീക്വൽ അല്ലെങ്കിൽ ഒരു ഒറിജിൻ സ്റ്റോറിയും കൂടി ആയിരിക്കും ഈ ഒരു ഗെയിം എന്നുള്ളൊരു ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നിന്റെൻഡോയുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കിയാൽ സ്വിച്ച് 2 അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് സൈബർ പങ്ക് ഒക്കെ ഇപ്പോൾ സ്വിച്ച് 2ലേക്ക് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പഴയ പോക്കിമോണ്, പിന്നെ സെൽഡ ഗെയിംസ്, അതെല്ലാം നമുക്ക് സ്വിച്ച് 2ൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയായിരിക്കും. ആൻഡ് അതിന്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ടത് മാസ് എഫക്ട് ഫാൻസിന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മറ്റൊന്നുമല്ല, മാസ് എഫക്റ്റിന്റെ ഒരു ഒഫീഷ്യൽ സീരീസ് അവരെന്താണ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കൂടുതൽ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഫ്യൂച്ചറിലേക്ക് ലഭിക്കും തന്നെ നമുക്ക് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ക്യാപ്കോമിന്റെ ഭാഗത്തു നിന്നായിരുന്നു നമുക്ക് വലിയൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യെസ്, റെസിഡന്റ് ഈവിൾ 8ന് ശേഷം നമുക്ക് റെസിഡന്റ് ഈവിൾ 9ന്റെ ഒരു റിവീൽ ട്രെയിലർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റെക്യൂം എന്നാണ് ഈ ഒരു പുതിയ ഫ്രാഞ്ചൈസിയുടെ പേര്. സോ ഏകദേശം ഇതെല്ലാം തന്നെയായിരുന്നു നമുക്ക് സമ്മർ ഗെയിം ഫെസ്റ്റിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ബിഗ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം. നിങ്ങൾ ഇതിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. GTA 6നെ കുറിച്ച് നമുക്ക് വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല, നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ട്രെയിലർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇനി നമുക്ക് നേരെ നമ്മുടെ അടുത്ത മൂവി അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് നമ്മുടെ ഏലിയൻ ഫ്രാഞ്ചൈസിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള റിഡ്ലി സ്കോട്ട് റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഏലിയൻ ഫ്രാഞ്ചൈസി നിർത്തി, പുള്ളി ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നത്. അത് ഒരു രീതിയിൽ നമ്മൾ നോക്കണമെങ്കിൽ നല്ലതാണ്. പുള്ളിക്കാരൻ ഡേവിഡ് ആയിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയിട്ട് പുള്ളിയുടെ കുറേ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തന്നെ. ആൻഡ് അത് കൂടാതെ നമുക്ക് ഏലിയന്റെ സീരീസ് ആയിട്ടുള്ള ഏലിയൻ എർത്തിന്റെ ഒരു ഫസ്റ്റ് ട്രെയിലർ നമുക്ക് ഇത്തവണ ഒരു ഫുൾ ഫ്ലെഷ് ട്രെയിലർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് കിടിലനായിട്ടുള്ള ആ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ആ ഒരു ജസ്റ്റിസ് അവർ ആ ഒരു സോഴ്സ് മെറ്റീരിയലിന് കൊടുത്തതുപോലെ തന്നെയായിരുന്നു ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. സീരീസ് ഇറങ്ങുമ്പോൾ നല്ലതാകട്ടെ എന്ന് തന്നെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാം. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ഫ്രെഡി ആൽവറാസ് മറ്റൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏലിയൻ റോംബ്ലസ് പാർട്ട് 2 അവർ ഓൾറെഡി പ്രീ പ്രൊഡക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുക തന്നെയാണ്. സോ നമുക്ക് താമസിക്കാതെ തന്നെ അതിൻ്റെ ഒരു സീക്വൽ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. സോ അതുപോലെ തന്നെ ഹാരി പോട്ടർ സീരീസിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കാസ്റ്റിന്റെ നമുക്കൊരു ഫസ്റ്റ് ലുക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹാരി, റോൺ, അതുകൂടാതെ തന്നെ ഹെറോണി, ഇവരുടെ ഒരു ചെറുപ്പമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കുന്നത്. പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരെ കണ്ടിന് ഏകദേശം മറ്റേ ചെറുപ്പം പോലെയായിട്ട് നമുക്ക് എന്താണ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാസ്റ്റിനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് AI ഫിലിം ഫെസ്റ്റിവൽ. യെസ്, നിങ്ങൾ കേട്ട ശരി തന്നെയാണ്. ഫിലിം ഫെസ്റ്റിവൽ എന്നല്ല ഞാൻ പറഞ്ഞ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫിലിം ഫെസ്റ്റിവൽ റീസെന്റ് ജൂൺ 5 നടന്നിട്ടുണ്ടായിരുന്നു ന്യൂയോർക്കിൽ. റൺവേ ML എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ആ ഒരു AI കമ്പനി തന്നെയായിരുന്നു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോണ ഫ്യൂച്ചർ ഫിലിം സ്കേപ്പിൽ നമുക്ക് AI എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം, AIയുടെ ടെക്നോളജീസ് എന്താ, AI കൊണ്ട് നമുക്ക് എങ്ങനെ ഫിലിംസ് ഉണ്ടാക്കാം, ഇതെല്ലാം തന്നെയാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ സെപ്പറേറ്റ് AI ഫിലിംസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓസ്കർ സെഷൻ വരെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു AIയുടെ കടന്നുവരവ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്? AI കൊണ്ടൊരു ഫുൾ ഫീച്ചർ ലെങ്ത് ഒരു സിനിമ ഇറക്കിയാൽ നിങ്ങൾ പോയി കാണുമോ ഇല്ല എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ നമ്മുടെ ന്യൂസ് അപ്ഡേറ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് കൊണ്ടുതന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിഡ്നി സ്വീനിയുടെ സോപ്പ് വെള്ളം വാങ്ങാന്നുള്ളൊരു കാര്യമായിരുന്നു അതിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സാഡ് ന്യൂസ് കൊണ്ടിട്ടാണ് വന്നേക്കണേ. ഹേലി സ്റ്റെയിൻഫീൽഡിന്റെ ഫാൻസിനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞു. പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഈ അടുത്തിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, കാത്തു വെച്ച കാക്ക ചിമ്മമ്പഴം കാക്ക കൊത്തിക്കൊണ്ടുപോയി, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ DCയുടെ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാന്റെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. മറ്റൊന്നുമല്ല, പുള്ളിക്കാരൻ പടമൊക്കെ എഡിറ്റ് ചെയ്ത് തീർത്ത് പെട്ടിയിലാക്കി WBക്ക് കൊടുത്തു എന്നാണ് നമുക്കിപ്പോൾ പുതിയ കിട്ടിയേക്കുന്ന അപ്ഡേറ്റ്. പക്ഷെ എന്നിരുന്നാലും അവിടെ എവിടെയൊക്കെ അവർ റീഷൂട്ടും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കണമെങ്കിൽ പടം എന്താണ് പുള്ളിക്കാരൻ കെട്ടിപ്പിറക്കി WBക്ക് കൊടുത്തതെന്ന് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴും നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്താണെങ്കിലും കഴിഞ്ഞു. നമുക്ക് എന്താണെങ്കിലും അടുത്ത മാസം തന്നെ നമുക്ക് എന്താണെങ്കിലും സൂപ്പർമാനെ പ്രതീക്ഷിക്കാം.
പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ആൻഡ് സൂപ്പർമാൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ലാസ്റ്റ് ഹെൻറി കാവലിൻ്റെ സൂപ്പർമാനെ കണ്ട് എപ്പോഴായിരുന്നു? ബ്ലാക്ക് ആഡത്തിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലായിരുന്നു. അവരുടെ ഒറിജിനൽ പ്ലാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാക്ക് ആഡത്തിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ ആക്ച്വലി ഹെൻറി കാവലിൻ്റെ സൂപ്പർമാനെ കാണുന്നു. അതിനുശേഷം അവർ മാൻ ഓഫ് സ്റ്റീൽ 2 ആയിരുന്നു അവർ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന മറ്റാരുമല്ല, ദ നൺ ആൻഡ് ഒൺലി ദ ഫാദർ ഓഫ് ഓൾ എക്സ്പ്ലോഷൻ മൈക്കൽ ബേയും കൂടി തന്നെയായിരുന്നു. യെസ്, ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒക്കെ ഡയറക്ടർ തന്നെ. നമുക്കതും നമുക്ക് ലഭിച്ചില്ല. സ്റ്റോയിക് ദ വാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വൈക്കിങ് പോപ്പ് കൾച്ചറിനകത്തേക്ക് നമ്മൾ നോക്കിയാൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. കാരണം തന്നെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ആ ഒരു സിനിമ എത്രത്തോളം ഹിറ്റായിരുന്നു എന്നുള്ളത് തന്നെ. ആൻഡ് അതിൻ്റെ ഒരു ലൈവ് അഡാപ്റ്റേഷൻ നമുക്ക് ഈയിടയ്ക്ക് നമുക്ക് എന്താണെങ്കിലും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റോയിക്കിൻ്റെ ക്യാരക്ടറിനെ നമ്മൾ ആക്ച്വലി ആനിമേറ്റഡിനകത്ത് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ജെറാർഡ് ബട്ട്ലർ തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ്റെ ആ ഒരു സെയിം ക്യാരക്ടറിന് ലൈവ് ആക്ഷനിലും റീപ്രൈസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ അവർ എടുക്കട്ടെ, അല്ലാതെ ആനിമീഡ് അല്ലാതെ ഡിസ്നി ചെയ്യുന്ന പോലെയുള്ള മണ്ടത്തരം ചെയ്യാതെ എന്ന് മാത്രമേ എനിക്ക് എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇനി നമുക്ക് നേരെ നമ്മുടെ റയാൻ കുഗ്ലറിൻ്റെ സിന്നേഴ്സ് 2 അവരെന്താണെങ്കിലും പ്ലാൻ ചെയ്തിരിക്കുക തന്നെയാണ്. ഈവൻ റയാൻ കുഗ്ലർ തന്നെ പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഒരു പടം ഫ്രാഞ്ചൈസി ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ല. അതായത് ഒരു ഫുൾ ഫ്ലെജ് പടം, അതായത് ഒരു കംപ്ലീറ്റ് പടം ചെയ്യാനാണ് പുള്ളിക്കാരന് താല്പര്യം. പക്ഷെ എന്നാലും സ്റ്റുഡിയോസിന് ഫ്രാഞ്ചൈസ് ആയിട്ട് ചെയ്യാനാണ് താല്പര്യം എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയണേ. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സിന്നേഴ്സിൻ്റെ 2ാം ഭാഗം നമുക്ക് ലഭിക്കുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റയാൻ കുഗ്ലറിന് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇനി നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഡൂംസ്ഡേയിൽ നമുക്ക് എന്താണെങ്കിലും ഗാംബിറ്റിനെ ക്യാരക്ടറിനെ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഗാംബിറ്റിനെ ക്യാരക്ടറിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയ്ക്ക് തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു ഗാംബിറ്റ് ഏത് എക്സ്മാൻ യൂണിവേഴ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ദ മാർവൽ സിനിമയ്ക്കകത്തുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? അതിനകത്ത് നമുക്കൊരു ബീസ്റ്റിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ബീസ്റ്റ് ഉണ്ടായിരുന്ന യൂണിവേഴ്സിനകത്ത് ഉണ്ടായിരുന്ന ഗാംബിറ്റ് ആയിരുന്നു നമുക്ക് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഇതേ സെയിം ഗാംബിറ്റ് തന്നെയായിരിക്കും നമുക്ക് ഡൂംസ്ഡേയിലും നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. ആൻഡ് മിക്കവാറും അതേ സെയിം എക്സ്മെനിലെ തന്നെ ആയിരിക്കും നമുക്ക് ഇനി ഫ്യൂച്ചറിൽ മ്യൂട്ടൻസ് ആകെ വരാൻ മുമ്പോഴും നമ്മൾ കാണാൻ പോകുന്നത് തന്നെ. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ള പുതിയ ന്യൂസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ. നിങ്ങൾ ഇതിനകത്ത് ഏത് ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.